And the game of the year is Astrobot. ഹേ ഗായ്സ്, അപ്പം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഗെയിം അവാർഡ് 2024 അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിന് ഈ വർഷം അവാർഡ് കിട്ടുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിന് കിട്ടിയില്ല ഗൈസ്. നമ്മുടെ ആസ്ട്രോബോട്ടിനാണ് അവാർഡ് കിട്ടിയത്. എന്താണ് എല്ലാവർക്കും നല്ലൊരു വിഷമമായിരിക്കുകയാണ്. കാരണം ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിന് കിട്ടും, കാരണം അത്രത്തോളം ഹൈപ്പ് കിട്ടി, അത്രത്തോളം എഫേർട്ട് എടുത്ത ഒരു ഗെയിമിന് അവാർഡ് കിട്ടാതെ ഒരു ആസ്ട്രോബോട്ട് പോലത്തെ ഒരു ഗെയിമിന് അവാർഡ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് പലരും വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ആസ്ട്രോബോട്ട് ഇസ് നോട്ട് എ ബാഡ് ഗെയിം. അതൊരു നല്ലൊരു ഗെയിം തന്നെയാണ്. പക്ഷേ അവാർഡ് വിന്നിങ് ഗെയിം ഓഫ് ദി ഇയറിനുള്ള കണ്ടൻറ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു സംശയമുള്ളൊരു ഗെയിമാണ്. ആ ഒരു സംശയമാണ് ആക്ച്വലി എന്നെ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിച്ചത്. സോ എനിവേ എന്തായാലും എന്താണ് ഈ വീഡിയോ പ്യുവർലി ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് പ്ലസ് ഒരു ഈ അവാർഡ് ഫംഗ്ഷൻ അനാലിസിസും കൂടിയാണ്. സോ ആ രീതിക്ക് മാത്രം കാണുക, അല്ലാതെ ഒരു ഗെയിമിനെ താഴ്ത്തി മറ്റേ ഗെയിമിനെ പൊക്കി അങ്ങനെ ഒരു ഇതല്ല. ജസ്റ്റ് ഞാൻ ഗെയിമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു, അത് വെച്ച് കമ്പയർ ചെയ്യുന്നു, അത് വെച്ച് അനലൈസ് ചെയ്യുന്നു, ജസ്റ്റ് ദാറ്റ്. ഓക്കെ, അപ്പം എനിവേ എന്തായാലും ഗൈസ്, എന്താണ് ഈ ഒരു ഗെയിമിൻ്റെ സോഴ്സ്, അപ്പം ഈ ഒരു വീഡിയോയുടെ സോഴ്സ് വരുന്നത് ഞാൻ കണ്ട അവാർഡ് ഫംഗ്ഷൻ്റെ എന്താണ് എൻ്റെ ഭിക്ഷകോശങ്ങളിൽ നിന്നുള്ള ഒരു സോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് ഗെയിം മെയിൻലി നമ്മൾ ആസ്ട്രോബോട്ടും ബ്ലാക്ക് വിത്ത് വുക്കോങ്ങുമാണ് എടുക്കുന്നത്. സോ ഈ രണ്ട് ഗെയിമും കളിച്ച പ്ലെയേഴ്സിൽ നിന്നുള്ള അവരുടെ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ഒന്ന് രണ്ട് ഗെയിം ഡെവലപ്പേഴ്സിൽ നിന്നും അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എന്താണ് നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മുടെ ഗെയിം അവാർഡ് 2024 മെയിൻലി 5 നോമിനീസാണ് ലാസ്റ്റ് വന്നത്. അതിൽ 3 ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമും ഒരു പ്ലാറ്റ്ഫോം ഗെയിമും ഒരു കാഷ്വൽ ഗെയിമുമാണ് വന്നത്. കാഷ്വൽ ഗെയിം പ്ലസ് സ്ട്രാറ്റജി എന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് 5 ഗെയിംസ് വന്നേക്കുന്നത്. അപ്പം അഡ്വഞ്ചർ ഗെയിമായിട്ട് വന്നേക്കുന്നത്, ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമായിട്ട് വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് വുക്കോങ്, ഫൈനൽ ഫാൻറ്റസി 7 റീബർത്ത്, അതേപോലെ എൽഡൻ റിംഗ് ഷാഡോ ഓഫ് ദ എഡ് ട്രീ എന്ന് പറയുന്ന ഒരു DLC കൂടിയാണ് വന്നേക്കുന്നത്. ഓക്കെ, DLC എന്ന് ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ, എൽഡൻ റിംഗ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഒരു DLC ആണ്. DLC എന്ന് പറയുന്നത് ഡൗൺലോഡബിൾ കണ്ടൻറ്റിനെയാണ് DLC എന്ന് പറയുന്നത്. DLC എന്താണെന്നുള്ളത് ഞാനൊന്ന് പിന്നെ ഒരു എക്സ്പ്ലെയിൻ ചെയ്താം. വീഡിയോയുടെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം DLC എന്താണെന്നുള്ളത്. DLC അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ 3 ആക്ഷൻ അഡ്വഞ്ചർ ഗെയിം വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് ഒരു പ്ലാറ്റ്ഫോം ഗെയിമാണ്, അതാണ് നമ്മുടെ ആസ്ട്രോബോട്ട്. പ്ലാറ്റ്ഫോം ഗെയിം എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൂപ്പർ മാരിയോ ഗെയിംസ് ഒക്കെ ഇല്ലേ, ജസ്റ്റ് ജമ്പ് ആൻഡ് റൺ ഗെയിംസ് എന്ന് പറയും. ചാടുക ഓടുക എന്ന് പറയുന്ന ഗെയിം, അതിനെയാണ് നമ്മൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോം ഗെയിം എന്ന് പറയുന്നത്. അപ്പം ആ ടൈപ്പ് ഓഫ് ഗെയിമാണ് നമ്മുടെ പിന്നുള്ളത് നമ്മുടെ കാഷ്വൽ ഗെയിം. ഈ കാഷ്വൽ ഗെയിമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബലാട്രോ എന്ന് പറയുന്നത്, ബലാട്രോ ആണോ കറക്റ്റ് ചെയ്തത്, ബലാട്രോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബലാട്രോ എന്ന് പറയുന്ന ഗെയിം, അത് നമ്മുടെ കാഷ്വൽ ഗെയിം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ടൈം പാസിന് വേണ്ടി നമ്മൾ കളിക്കുന്ന ഗെയിം, നമ്മുടെ ഈ ക്യാൻഡി ക്രഷ്, സബ്വേ സർഫ്, ടോക്കിൻ ടോം, അങ്ങനെ മൊബൈൽ ഗെയിമാണ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് വെച്ചിരിക്കുന്നത്. PC-യിലും ഒരുപാട് കാഷ്വൽ ഗെയിംസ് ഉണ്ട്. സോ അതൊക്കെയാണ് ഈ പറയുന്ന കാഷ്വൽ ഗെയിമായിട്ട് കണക്കാക്കുന്നത്. സോ ഗൈസ്, അപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ വർഷത്തെ മെയിൻ നോമിനീസായിട്ട് വന്നിരിക്കുന്നത് ഇത്രയുമായിരുന്നു. സോ നമുക്ക് ഇനി ജസ്റ്റ് ഈ ഗെയിമിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ കണ്ടൻറ്റിലേക്ക് കിടക്കാം. സോ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫൈനൽ ഫാൻറ്റസിയോ അതേപോലെ ബലാട്രോയും നമ്മൾ അധികം അനലൈസ് ചെയ്യുന്നില്ല. കാരണം അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. കാരണം അതിന് കറക്റ്റായിട്ടുള്ള അവാർഡാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയതുകൊണ്ട് ഞാൻ ആ 2 ഗെയിമിനെ നമ്മൾ എടുക്കുന്നില്ല വലുതായിട്ട്. ബാക്കിയുള്ള 3 നോമിനീസിനെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ എടുക്കുന്നത്. ബ്ലാക്ക് വിത്ത് വുക്കോങ്, എൽഡൻ റിങ്ങിൻ്റെ DLC, അതേപോലെ ആസ്ട്രോബോട്ട്, ഈ 3നെയാണ് നമ്മൾ എടുക്കുന്നത്. സോ ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ ബ്ലാക്ക് വിത്ത് വുക്കോങ് ഈസ് ഇന്ത്യ ഗെയിം ഡെവലപ്പിംഗ് കമ്പനിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ഡെവലപ്പിംഗ് കമ്പനി എന്ന് പറയുമ്പം ഒരു മോർ ദാൻ
വൺ, മോർ ദാൻ വൺ ആൻഡ് ബിലോ 100 എന്നൊരു കണക്കാണ് വരുന്നത്. വെച്ചാൽ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ 100ൽ താഴെയോ ഡെവലപ്പേഴ്സ് ഉള്ള ഒരു ഡെവലപ്പിംഗ് കമ്പനീനെയാണ് ഇൻഡി ഡെവലപ്പിംഗ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള കമ്പനിയുടെ പേര് ഗെയിം സയൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. സോ അവരുടെ ഫസ്റ്റ് ഗെയിമും കൂടിയാണ് ഈ പറയുന്ന ബ്ലാക്ക് വിത്ത് വുക്കോങ്. ഓക്കെ, അവർ ഈ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 2017-18 കാലത്തിലാണ് ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. വെച്ചാൽ ഇപ്പം 6-7 വർഷം കൂട്ടിക്കോ, ഒരു 6-7 വർഷം കൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് വിത്ത് വുക്കോങ് ഇവർ ഡെവലപ്പ് ചെയ്യാൻ എടുത്ത സമയം. ഈ ഒരു സമയം കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഗെയിം നമ്മൾ കളിച്ചവർക്കറിയാം എന്തുമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഗെയിം വന്നിരിക്കുന്നത്. കാരണം പ്ലേയബിൾ ആയിട്ടുള്ള കട്ട് സീൻസ്, അതേപോലെയുള്ള ബോസ് ഫൈറ്റ്സ്, വെജിറ്റേഷൻസ്, ഗ്രാഫിക്സ്, അങ്ങനെ എല്ലാം പക്കയായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് വലിയതായിട്ടൊരു നോട്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, പല വമ്പൻ കമ്പനികൾ പോലും, ഈവൻ ദോ റോക്ക് സ്റ്റാർ അല്ലെങ്കിൽ സോണി ഇൻട്രാക്റ്റീവ്സ് അങ്ങനെയുള്ളവർ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 3 പ്ലാറ്റ്ഫോമിൽ അറ്റ് എ ടൈമാണ് അവർ ഗെയിം റിലീസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗെയിം റിലീസ് ചെയ്ത സെയിം ഇയറിൽ തന്നെ 3 പ്ലാറ്റ്ഫോമിൽ അവർ ഗെയിം റിലീസ് ചെയ്തു. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഏതെങ്കിലും കൺസോളിൽ ഗെയിം ഇറക്കും, ഒന്നെങ്കിൽ PS5 അല്ലെങ്കിൽ എക്സ്ബോക്സ്, ഏതെങ്കിലും ഒരു കൺസോളിൽ ഗെയിം ഇറക്കും. ഒരു 1-1.5 വർഷം 2 വർഷത്തിന് ശേഷമേ അവർ വിൻഡോസ് PC-യിലോട്ട് ഗെയിം ഇറക്കത്തുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കൺസോൾ ഗെയിംസിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. കൺസോൾസിൻ്റെ പ്രത്യേകത അറിയാം. ഞാനിവിടെ ഇന്ത്യയിൽ നിൽക്കുന്ന ഞാനൊരാളൊരു കൺസോൾ വാങ്ങിയാലും, അമേരിക്കയിൽ നിൽക്കുന്ന ഒരാളൊരു കൺസോൾ വാങ്ങിയാലും, ദുബായിൽ നിൽക്കുന്ന ഒരാളൊരു കൺസോൾ വാങ്ങിയാലും എല്ലാത്തിൻ്റെ ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും സെയിം ആയിരിക്കും. സോ ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് എന്താണ്, വളരെ സിമ്പിളായിരിക്കും. കാരണം ഒരൊറ്റ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലിയറാണ്. ഇപ്പോൾ പ്ലേ സ്റ്റേഷന് വേണ്ടി ആ ഗെയിംസ് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റേഷൻ ആരെവിടുന്ന് വാങ്ങിച്ചാലും വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും ആ പ്ലേ സ്റ്റേഷൻ, ആ ഗെയിം. ഓക്കെ, പക്ഷേ ബൈ ദ വൈ ഒരു PC ഗെയിം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നൊരു വിഷയം എന്ന് പറയുമ്പോൾ ഗെയിമറിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അതിനകത്ത് വരുന്ന കമ്പോണൻസ് വ്യത്യാസം വരും. അതിനകത്ത് സോഫ്റ്റ്വെയർസ് വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ വിൻഡോസ് 11 ഉപയോഗിക്കുമെങ്കിൽ വേറെ ആൾ വിൻഡോസ് 10 ആയിരിക്കും ഉപയോഗിക്കുന്നത്. ചിലപ്പം വേറൊരാൾ ഇപ്പം ഞാൻ Ryzen 5 ആണെങ്കിൽ വേറൊരാൾ Intel ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാൾ റേഡിയൻ്റെ ഗ്രാഫിക് കാർഡാണ് യൂസ് ചെയ്യുമെങ്കിൽ ഞാൻ ചിലപ്പം NVIDIAയുടെ ഗ്രാഫിക് കാർഡായിരിക്കും ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ NVIDIAയുടെ തന്നെ പലതായിരിക്കും ചിലർ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഞാൻ 6050 ആണെങ്കിൽ ഒരാൾ 3050 ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ PCC വരുന്നത് കൊണ്ട് ഒപ്റ്റിമൈസേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും, അത് പയ്യെ ചെയ്തിട്ടുള്ളൂ. പയ്യെ ചെയ്ത് ആദ്യം അവരെ ഗെയിം ഒന്ന് റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടി അവർ ഈ പറയുന്ന കൺസോൾസിലേക്ക് ഫസ്റ്റ് അവർ ഇറക്കും. പിന്നെ അവർ പറയുന്ന PCസിലോട്ട് ഗെയിം ഇറക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കൺസോൾസിൽ ക്രാക്ക് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് റിയൽ മണി പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. മറ്റേത് നമുക്ക് എവിടുന്നേലും ക്രാക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരാൾ അക്കൗണ്ട് വാങ്ങിച്ച് വെച്ച് കളിക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടും അവർക്ക് ഈ പറയുന്ന ഇൻകം വളരെ കുറവായിരിക്കും. പക്ഷേ കൺസോൾസിൽ ആ കാര്യം വരാത്തത് കൊണ്ട് ഈ പറയുന്ന ഇൻകം അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും ഈ 1.5 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട്. അതാണ് അവരുടെ ഒരു മോണിറ്ററി സ്ട്രാറ്റജി എന്ന് പറയാം. അപ്പം ഇത്രയൊക്കെ സ്ട്രാറ്റജീസ് നമ്മുടെ ഈ ഒരു സൊസൈറ്റി കിടന്ന് കറങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന ഗെയിം സയൻസ് എന്ന് പറയുന്ന ഡെവലപ്പിംഗ് കമ്പനി 3 പ്ലാറ്റ്ഫോമിലായിട്ട് അറ്റ് എ ടൈം തന്നെ ഈ ഒരു ബ്ലാക്ക് വിത്ത് വുക്കോങ് റിലീസ് ചെയ്തത്. സോ അത് തന്നെ ഒരു ഹൈ പോയിൻ്റായിട്ട് എടുത്തുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു അപ്രീസിയേഷനായിട്ട് അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന അവാർഡ്, ഗെയിം ഓഫ് ദി അവാർഡ് എന്ന് പറയുന്ന അവാർഡ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. മനസ്സിലായില്ല, ഇത്രയും വലിയ കമ്പനികൾ ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്തതെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പേരില്ലെങ്കിൽ അവർക്കൊരു അവാർഡ്, ഗെയിം ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ അവാർഡ്. സോ അതാണ് മെയിനായിട്ടൊരു പോയിന്റ്. പിന്നെ ഉള്ളത് അവരുടെ ഇൻകം. ഈ പറയുന്ന ഗെയിം സയൻസിന് ഈ ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിൽ നിന്ന് അവർക്ക് കിട്ടിയ ഇൻകം അറൗണ്ട് $1 ബില്യൺ അവർക്ക് കിട്ടിയ ഇൻകം. എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 900 മില്യൺ അടുത്ത് വരും. ഒരു 100 മില്യൺ ഉണ്ടെങ്കിൽ $1 ബില്യൺ ആകും കേട്ടോ.
800, 900 ആ റേഞ്ച് എന്തോ ആണെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കണക്ക്. സോ പിന്നെ വേറെ സൈറ്റുകൾ നോക്കിയപ്പോൾ 1 ബില്യണും കാണിക്കുന്നുണ്ട്. സോ അപ്രോക്സിമേറ്റ് 1 ബില്യൺ ആയിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. 1 ബില്യൺ എന്ന് പറയുന്നത് അത്ര ചെറിയ എമൗണ്ടൊന്നും അല്ല. ഒരു ഇൻഡി കമ്പനി ആയിട്ടുള്ള ഒരു ബിഗിനിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഗെയിമിൽ തന്നെ അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് അച്ചീവ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഗെയിമിൻ്റെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ ആസ് എ ഗെയിമർ അല്ലെങ്കിൽ ഗെയിം കളിച്ചവർക്കും കണ്ടവർക്കും മനസ്സിലായി കാണും. പക്ഷേ അവാർഡ് നടത്തിയവർക്ക് മനസ്സിലായി കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മേ ബി. അപ്പം എന്താണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ഗെയിം വിറ്റുപോയ കോപ്പീസിൻ്റെ കണക്ക് ഞാൻ നോക്കി. ഏകദേശം 21-22 മില്യൺ കോപ്പിയാണ് വിറ്റുപോയേക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ എൽഡൻ റിങ്ങിൻ്റെ DLC ആണ്. ഈ DLCയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2022 ഇറങ്ങിയ ഒരു ഗെയിമാണ് ഈ എൽഡൻ റിങ് എന്ന് പറയുന്ന ഗെയിം. ആ വർഷത്തെ ഗെയിം ഓഫ് ദി ഇയറുമാണ് ഈ ഗെയിം. ഓക്കെ, ഗെയിം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയ ഒരു ഗെയിമുമാണ് ഈ പറയുന്നത് എൽഡൻ റിങ്. സോ ഈ ഒരു ഗെയിമിൻ്റെ DLC ഇറക്കിയത് ഈ ഒരു നോമിനേഷനിൽ കൊണ്ടുവന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എനിക്ക് വലിയ ധാരണയില്ല. അറിയാവുന്നതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ഗൂഗിളിലും ChatGPT ഒക്കെ ചോദിച്ചിട്ട് ChatGPT ഒന്നും പ്രോപ്പറായിട്ടുള്ള ആൻസറൊന്നും എനിക്ക് കിട്ടിയില്ല. സോ ഈ ഒരു DLC ഒരു ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം DLC എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. DLC എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡൗൺലോഡബിൾ കണ്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗെയിം വാങ്ങി ഒരു 10,000, 5,000, 6,000 രൂപ ഒരു ഗെയിം വാങ്ങിയതിന് ശേഷം നമ്മൾ ആ ഗെയിം കളിച്ച് കഴിയുമ്പോഴേക്കും ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് തന്നെ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ ഗെയിം വാങ്ങിയത് അത് അസസ് ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ തന്നെ എന്ത് ചെയ്യും, ഈ ഗെയിമിൻ്റെ ഈ ഒരു അഡീഷണൽ കണ്ടൻറ്റ് ഇടും. അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, വേണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട നിർബന്ധമില്ല. പക്ഷെ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് അഡീഷണൽ മിഷൻസും കാര്യങ്ങളും അതിനകത്ത് കാണും. അതാണ് ഈ പറയുന്ന DLC എന്ന് പറയുന്ന സാധനം. മനസ്സിലായില്ലേ? അതാണ് ഈ എൽഡൻ റിങ്ങിൻ്റെ ഈ നോമിനേഷനിൽ കിടക്കുന്ന ഈ സാധനം. അപ്പം ഇത് എൻ്റെ ഒരു അസംഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്. 100% കറക്റ്റാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. 100% ആണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓക്കെ അതോറിറ്റീസ്. അപ്പം എൻ്റെ ഒരു അസംഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എൽഡൻ റിങ് 2022 ഒരു ഗെയിം ഓഫ് ദി ഇയർ ആയതുകൊണ്ട് തന്നെ ഈ ഗെയിമിന് അത്രത്തോളം ഫാൻ ബേസ് ഉണ്ട്. സോ ഈ ഒരു ഫാൻ ബേസ് ഉള്ള ഗെയിമിനെ ഈ ഒരു നോമിനേഷനിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് പറ്റും, ഈ എൽഡൻ റിങ്ങിൻ്റെ ഫാൻസ് ഓഫ് കോഴ്സ് ബ്ലാക്ക് മിത്തിൻ്റെ ഫാൻസ് ആണെങ്കിൽ ഓക്കെ ബ്ലാക്ക് മിത്ത് വുക്കോങ്ങിൻ്റെ ഫാൻസും എൽഡൻ റിങ്ങിൻ്റെ ഫാൻസും സെയിം ആണെങ്കിൽ അവിടെ വോട്ട് സ്പ്ലിറ്റപ്പ് ആവും. കാരണം അവർക്ക് കൺഫ്യൂഷൻ വരും, ഏത് ഗെയിം വോട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷന് വോട്ട് സ്പ്ലിറ്റപ്പ് ആവുമോ അല്ലെങ്കിൽ വോട്ടിൻ്റെ കൗണ്ട് കുറയോ ചെയ്യും. അങ്ങനെ വോട്ട് കൗണ്ട് കുറയുന്ന സമയത്ത് ബാക്കിയുള്ള ഗെയിംസിന് കയറിപ്പോവാം. അതായിരിക്കാം മേ ബി അവർ ചെയ്ത സ്ട്രാറ്റജിക്കൽ മൂവ്. ഇത് എൻ്റെ വെറൊരു അസംഷൻ മാത്രമാണ്. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ശരിയാവാതിരിക്കാം. ഓക്കെ, കാരണം ഈ ഒരു DLCക്ക് അവിടെ അവാർഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ചിലപ്പം DLC നല്ലതായിരിക്കാം, പക്ഷെ അത് 2022 ആ ഗെയിമിന് അവാർഡ് കിട്ടിയതാണ് ഗെയിം അവാർഡ്. സോ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ് ഈ ഒരു DLC. അപ്പോൾ അതിനൊരു ഓക്കെ സ്പെഷ്യൽ മെൻഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ നോമിനേഷനിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം അതിനകത്ത് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നെക്സ്റ്റ് ഗെയിം ആസ്ട്രോബോട്ടാണ് നമുക്കിവിടെ പറയാനുള്ളത്. ആസ്ട്രോബോട്ടിൻ്റെ ആണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെവലപ്പേഴ്സും ഒരു ഇൻഡി കമ്പനിയാണ്. ടീം അസോബി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കമ്പനീനെ പേരൻ്റ് ചെയ്തിരിക്കുന്നത് സോണി ഇൻട്രാക്റ്റീവാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട അസറ്റ്സും കാര്യങ്ങളും മറ്റ് സപ്പോർട്ട്സും എല്ലാം കൊടുക്കുന്നത് സോണി ഇൻട്രാക്റ്റീവ് ആണെന്നാണ് ഒരു റൂമർ അല്ലെങ്കിൽ ഒരു കേട്ടുകേൾവിയാണോ സത്യമാണോ എന്നുള്ളത് ഗൂഗിൾ ചെയ്താൽ നമുക്കറിയാം. ഓക്കെ, അപ്പം ടീം അസോബിയും ഇന്ത്യ കമ്പനിയാണ്. അപ്പം അവരുടെ ഡെവലപ്മെൻറ്റിൽ വന്നൊരു ഗെയിമാണ് ആസ്ട്രോബോട്ട് എന്ന്. അപ്പം ലൈക്ക് രണ്ട് ഇന്ത്യൻ കമ്പനികൾ തമ്മിലുള്ള ഒരു വാറ് പോലെയാണ് ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ നമ്മൾ കാണേണ്ടത് ഒരു സൈഡിൽ. പക്ഷേ അറ്റ് ദ സെക്കൻഡ് ഹാൻഡ് ഒരാൾക്ക് ഒരു പുഷ് സോണി കൊടുക്കുന്നുണ്ട്, മറ്റേ ആൾക്ക് എവിടുന്ന് പുഷ് കിട്ടുന്നില്ല. ആണ് ഈ ആസ്ട്രോബോട്ട് ഗെയിം ഓൺലി ഇൻ PS5. PS5ൻ്റെ ആനിവേഴ്സറിയോട് സംബന്ധിച്ച്
ഈ ഇറങ്ങിയ ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ആ ഗെയിം PS5-ൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു. അത് PS5 മാത്രം ഉള്ളവർക്ക് കളിക്കാൻ പറ്റിയ ഗെയിമാണ്. ഇപ്പോൾ വിൻഡോസ് PC ഉള്ളവർക്കൊന്നും അവൈലബിൾ ആവാത്തൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ അതൊരു എന്താണ് ഒരു ക്ലോസ്ഡ് പ്ലാറ്റ്ഫോമിൽ പെട്ടൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗെയിം കോപ്പി വിറ്റുപോയ കൗണ്ട് വളരെ കുറവായിരുന്നു. 1.5 മില്യൺ കോപ്പി മാത്രമേ വിറ്റുപോയുള്ളൂ. അപ്പോഴാണ് എനിക്ക് സംശയം, അത്ര മാത്രമേ PS5 ഉള്ളൂ ഈ ലോകത്ത് മൊത്തം. ഒരു ഡൗട്ട് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ ഈ ലോകം മൊത്തം എടുത്താലും 1.5 മില്യൺ PS5 മാത്രമേ ഉള്ളൂ. കാരണം ഈ ബ്ലാക്ക് വിത്ത് വുക്കോങ് എന്ന് പറയുന്ന ഗെയിം ഫസ്റ്റ് ഗെയിമാണ്. എന്നുവെച്ചാൽ ആ കമ്പനിയുടെ ഫസ്റ്റ് ഗെയിമാണ്. അതിനു മുന്നേ അവർക്ക് ഒരു രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിൽ കൂടിയും അവർക്ക് കിട്ടിയത് 21 മില്യൺ കോപ്പിയാണ് അവർ വിറ്റുപോയത്. ഈ പറയുന്ന അസോബി ടീം അസോബി എന്ന് പറയുന്ന കമ്പനി ഇതിനു മുന്നേ PS4 തൊട്ടേ തന്നെ ഗെയിം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ ഈ പറയുന്ന PS4-ന് തന്നെ 3-4 ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ PS5-ൽ ഇപ്പോൾ 2 ഗെയിം, ഈ ആസ്ട്രോ ബോട്ടും പിന്നെ ആസ്ട്രോ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന എന്തോ ഗെയിമും, അങ്ങനെയുള്ള ഒരു കമ്പനിയാണ്. സോ അവർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ കുറച്ചുകൂടെ ഫാൻ ബേസ്, മീൻ അവരുടെ ഡെവലപ്പിംഗ് ഈ ഗെയിമിൻ്റെ അവർ ഡെവലപ്പ് ചെയ്ത ഗെയിംസിന് കുറച്ച് ഫാൻസ് കാണണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് അസോബി. സോ അങ്ങനെ വരുമ്പം ബ്ലാക്ക് വിത്ത് വുക്കോങ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു പുതിയൊരു ഗെയിമാണ്, പുതിയൊരു കമ്പനിയുടെ ഗെയിമാണ്. എന്നിട്ടും 21 മില്യൺ വിറ്റുപോയി. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഗെയിമിന് വെറും 1 മില്യൺ ഗെയിം മാത്രമേ വിറ്റും പോയിട്ടുള്ളൂ. അത് ഞാൻ കുറ്റം പറയുന്നതല്ല, കാരണം ബ്ലാക്ക് വിത്ത് വുക്കോങ് 3 പ്ലാറ്റ്ഫോമിലുണ്ട്, ഇതൊറ്റ പ്ലാറ്റ്ഫോമിൽ ഉള്ളൂ താനും. അതും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എൻ്റെ ഡൗട്ട് PS5 ഇത്രയും കോപ്പീസ് മാത്രമേ PS5 വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഡൗട്ട്. അതും നമ്മളത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ടോട്ടൽ 1.5 മില്യൺ PS5 മാത്രമേ വിറ്റ് പോയിട്ടുള്ളെങ്കിൽ ഓക്കെ, കറക്റ്റാണ്. 1.5 മില്യൺ കോപ്പിയും ആസ്ട്രോ ബോട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കണക്ക് എൻ്റെ ഇവിടെ പെശകിയിട്ടുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇങ്ങനെ വരുമ്പം കണക്കിൽ എവിടേക്കൊക്കെയോ പെശകുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ ആസ്ട്രോ ബോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഡൗൺലോഡ് ചെയ്യാത്തത്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഡൗൺലോഡ് ചെയ്ത് കളിക്കാത്തവരും കാണും. അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ ചിലപ്പം ഈ ഒരു ഡെവലപ്പിംഗ് കമ്പനീനെ ഇഷ്ടപ്പെടാത്തവർ കാണും. കാരണം അവരുടെ പാസ്റ്റ് ഗെയിംസ് അത്ര നല്ല ഗെയിം അല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ ചിലർ ഈ പറയുന്ന ഗെയിം ഡൗൺലോഡ് ചെയ്യാത്തവർ കാണും. ഈ പറയുന്ന അസോബി ടീം അസോബി എന്ന് പറയുന്ന കമ്പനി ഇതിനു മുന്നേ PS4 തൊട്ടേ തന്നെ ഗെയിം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ ഈ പറയുന്ന PS4-ന് തന്നെ 3-4 ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ PS5-ൽ ഇപ്പോൾ 2 ഗെയിം, ഈ ആസ്ട്രോ ബോട്ടും പിന്നെ ആസ്ട്രോ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന എന്തോ ഗെയിമും, അങ്ങനെയുള്ള ഒരു കമ്പനിയാണ്. സോ അവർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ കുറച്ചുകൂടെ ഫാൻ ബേസ്, മീൻ അവരുടെ ഡെവലപ്പിംഗ് ഈ ഗെയിമിൻ്റെ അവർ ഡെവലപ്പ് ചെയ്ത ഗെയിംസിന് കുറച്ച് ഫാൻസ് കാണണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് അസോബി. സോ അങ്ങനെ വരുമ്പം ബ്ലാക്ക് വിത്ത് വുക്കോങ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു പുതിയൊരു ഗെയിമാണ്, പുതിയൊരു കമ്പനിയുടെ ഗെയിമാണ്. എന്നിട്ടും 21 മില്യൺ വിറ്റുപോയി. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഗെയിമിന് വെറും 1 മില്യൺ ഗെയിം മാത്രമേ വിറ്റും പോയിട്ടുള്ളൂ. അത് ഞാൻ കുറ്റം പറയുന്നതല്ല, കാരണം ബ്ലാക്ക് വിത്ത് വുക്കോങ് 3 പ്ലാറ്റ്ഫോമിലുണ്ട്, ഇതൊറ്റ പ്ലാറ്റ്ഫോമിൽ ഉള്ളൂ താനും. അതും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എൻ്റെ ഡൗട്ട് PS5 ഇത്രയും കോപ്പീസ് മാത്രമേ PS5 വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഡൗട്ട്. അതും നമ്മളത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ടോട്ടൽ 1.5 മില്യൺ PS5 മാത്രമേ വിറ്റ് പോയിട്ടുള്ളെങ്കിൽ ഓക്കെ, കറക്റ്റാണ്. 1.5 മില്യൺ കോപ്പിയും ആസ്ട്രോ ബോട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കണക്ക് എൻ്റെ ഇവിടെ പെശകിയിട്ടുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇങ്ങനെ വരുമ്പം കണക്കിൽ എവിടേക്കൊക്കെയോ പെശകുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ ആസ്ട്രോ ബോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഡൗൺലോഡ് ചെയ്യാത്തത്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഡൗൺലോഡ് ചെയ്ത് കളിക്കാത്തവരും കാണും. അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ ചിലപ്പം ഈ ഒരു ഡെവലപ്പിംഗ് കമ്പനീനെ ഇഷ്ടപ്പെടാത്തവർ കാണും. കാരണം അവരുടെ പാസ്റ്റ് ഗെയിംസ് അത്ര നല്ല ഗെയിം അല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ ചിലർ ഈ പറയുന്ന ഗെയിം ഡൗൺലോഡ് ചെയ്യാത്തവർ കാണും. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇപ്പം ഇപ്പം ഈ ഒരു ആസ്ട്രോ ബോട്ടിന് വോട്ട് കിട്ടാനുള്ളൊരു കാര്യങ്ങൾ ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പം ഈ പറഞ്ഞ ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിൻ്റെ കാര്യം, എൽഡൻ റിങ്ങിൻ്റെ കാര്യം, ആസ്ട്രോ ബോട്ടിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പം ഇതെല്ലാം അവിടെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ആദ്യം മുന്നേ പറഞ്ഞു തന്നെ, ജസ്റ്റ് പ്ലെയേഴ്സിനെ കൺഫ്യൂസ് ചെയ്ത് വോട്ട് കൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഈ എൽഡൻ റിങ്ങിൻ്റെ DLC കൊണ്ടിട്ട് വോട്ട് കൗണ്ട് കുറച്ചതായിരിക്കാം. രണ്ട്, എന്താണ് ഈ പറയുന്ന എന്താണ് ഈ നമ്മുടെ ഈ ആസ്ട്രോ ബോട്ട് എന്ന് പറയുന്ന സാധനം, ഞാൻ ഒരാളോട് തിരക്കി, ഒരു ഗെയിമറിനോട് തിരക്കിയ സമയത്ത് ഈ ആസ്ട്രോ ബോട്ട് എന്ന് പറയുന്ന സാധനം പ്ലേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് തൊട്ടേ എന്തൊക്കെയോ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെയോ ഗെയിംസിനകത്തൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ ആസ്ട്രോ ബോട്ട് എന്ന് പറയുന്ന സാധനം. അപ്പം ആ ഒരു ഇമോഷനിലേയും കൂടി ഇവർ മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, മാർക്കറ്റിങ്ങിന് വേണ്ടി ഇവർ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിന് അവർ റിലീസ് ചെയ്ത സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഹൈപ്പായിരുന്നു. ഈ ഹൈപ്പ് വന്നിട്ട് എന്താണ് എല്ലാവരും ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നു, കളിക്കുന്നു, ലൈവ് ഇടുന്നു, മറ്റേത് ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു, ഇല്ലാത്തവൻ ഉള്ളവൻ്റെ നിന്ന് വാങ്ങിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷേ ആ ഒരു ഹൈപ്പിനെ ഇവർക്ക് ഡ്രാഗ് ചെയ്ത് ഡിസംബർ വരെ, ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ വരെ കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി അവർക്ക് കിട്ടിയില്ല. ആ ഒരു ഇതിലാണ് അവർക്ക് ഒരു പ്രശ്നം പറ്റിയത്. എന്ന് വെച്ചാൽ ഗെയിം കഴിഞ്ഞു, അവിടെ തീർന്നു. പക്ഷേ ബാക്കിയുള്ളതെന്ന് ഇപ്പോൾ ഈ ആസ്ട്രോ ബോട്ടൊക്കെ ആണെങ്കിലും ഇവർ ഈ ഒരു ഈ ഒരു ഹൈപ്പിനെ, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ എന്താണ് ഇപ്പം പ്ലെയേഴ്സിൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരുന്ന് കാണണം. ഞാൻ ഈ PS5 കളിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ചിലപ്പം അതിനെപ്പറ്റി ഈ PS5 കളിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആസ്ട്രോ ബോട്ടിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വല്ല DLCസോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറക്കിക്കൊണ്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതിനൊക്കെ ചെയ്ത് കാണണം. അല്ലെങ്കിൽ ഗെയിമിൻ്റെ ലെങ്ത് കൂട്ടി കാണണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോയ്സ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ടോയ്സ് ഉണ്ട്. ഈ പറയുന്ന ആസ്ട്രോ ബോട്ടിൻ്റെ ടോയ് അവൈലബിൾ ആണ്. സോ അതൊക്കെ ചിലപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊന്നും ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിന് ഇതൊന്നും നടക്കാഞ്ഞത് കൊണ്ടായിരിക്കണം ചിലപ്പം അവർക്ക് ഈ ഒരു വോട്ട് കുറഞ്ഞ് പോകാൻ സാധ്യത വന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് വേറെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇന്ത്യ കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഡെവലപ്പേഴ്സിൻ്റെ അക്കൗണ്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്താണ് ഈ നമ്മുടെ ഗെയിം സെൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ തിരക്കിയ സമയത്ത്, ഗൂഗിൾ ചെയ്ത സമയത്തും ബാക്കിയുള്ളവരൊക്കെ തിരക്കിയ സമയത്ത് ജസ്റ്റ് 40 to 50 സംതിങ് എന്തോ ഡെവലപ്പേഴ്സ് എന്തോ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ടീം അസോബയുടെ കൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 എബോവ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. സോ അവിടെ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബോത്ത് ഡെവലപ്പറിൻ്റെ കൗണ്ടിലും അതേപോലെ ഡെവലപ്പിംഗ് ടൈമിലും ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. ഈ പറയുന്ന ബ്ലാക്ക് വിത്ത് വുക്കോങ് ഒരു 6 വർഷമാണ് മിനിമം പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ആസ്ട്രോ ബോട്ട് വരുന്നത് 3 മാസമോ 30 ദിവസമോ എന്തോ ആണ് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പം അവിടെയും ഈ പറയുന്ന ഒരു ഒരു ഗ്യാപ്പിങ്ങും ആ ഒരു എഫേർട്ടും എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. കാരണം അവർക്ക് മാൻ പവർ കൂടുതലാണ്. ഈ ടീം അസോബയ്ക്ക് മാൻ പവർ കൂടുതലുണ്ട്, മറ്റടുത്ത് മാൻ പവർ കുറവാണ്. അപ്പം പക്ഷെ ഞാൻ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം വോട്ട് കൊടുക്കണം എന്ന് ഞാൻ പറയും. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നത്. കാരണം എത്ര മാൻ പവർ ഉണ്ടെങ്കിലും ഔട്ട് നന്നായാലേ നമുക്ക് ഈ പറയുന്ന അവാർഡ് കിട്ടത്തുള്ളൂ. സോ അവാർഡിനെ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല സത്യം പറഞ്ഞാൽ മാൻ പവറും അതേപോലെ തന്നെ ഡെവലപ്പിംഗ് ടൈമും കാര്യങ്ങളും. അതൊക്കെ ജസ്റ്റ് ബിഹൈൻഡ് ദ സീനിൽ വരുന്നൊരു കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ആഡ് ഓൺ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 20 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ഗെയിമും 1.5 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ഗെയിമും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ പോയാലും ഒരു നമ്മൾ നോക്കണം, ഒരു പകുതി പേര് വോട്ട് ചെയ്തില്ലെന്ന് വിചാരിച്ചു. ഇപ്പം 20 മില്യണിൻ്റെ ഒരു പകുതി പേര് വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 10 മില്യൺ. 10 മില്യൺ പ്ലെയർ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി 10 മില്യൺ പ്ലെയർ വോട്ട് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഈ 1.5 മില്യൺ പേര് വോട്ട് കളിച്ച ആസ്ട്രോ വോട്ടിൻ്റെ 1.5 മില്യൺ പേര് വോട്ട് ചെയ്താലും അപ്പോഴും ഈ പറയുന്ന ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിനാണ് പ്ലെയർ കൗണ്ട് കൂടുതൽ. അപ്പോൾ പിന്നെ എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യം എൻ്റെത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്തായാലും പ്ലെയർ മാത്രം എല്ലാവരും ഓഫ് സ്ട്രീം അല്ല കളിക്കുന്നത്. കുറേ പേര് ഓൺ സ്ട്രീം കളിച്ചിട്ടുണ്ട്. ഓൺ സ്ട്രീം കളിക്കുമ്പോൾ കളി കണ്ടുകൊണ്ടിരുന്നവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ടവർ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗെയിം ഇഷ്ടപ്പെട്ടവരും എന്ത് ചെയ്യും, എന്തായാലും കയറി വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എടുത്തു, ഇപ്പം മാസ്റ്റർ ബോട്ടിന് 1.5 മില്യൺ പ്ലെയർ കൗണ്ട് ഉണ്ട്, പ്ലസ് ഒരു 1.5 മില്യൺ കൂടെ കൂട്ടിയിട്ട് ഒരു 3 മില്യൺ 3 മില്യൺ ടോട്ടൽ എന്താണ് വോട്ട് കിട്ടണം എന്ന് വിചാരിച്ചു. എന്താണ് ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിന് 20 മില്യൺ ഉണ്ട്, പ്ലസ് ഒരു 4 മില്യണോ കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു 3 മില്യൺ അതിനകത്തും കൂട്ടിക്കോ. അപ്പോഴും എന്താണ് 23 മില്യൺ അല്ലെങ്കിൽ 24 മില്യൺ അവിടെയും കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ അപ്പോൾ 24 പ്ലസ് 24 മില്യണും മറ്റേടത്ത് എത്രയാണ് 3 മില്യണും കിടപ്പുണ്ട്. എന്നിട്ട് ഇതിനകത്ത് രണ്ടിനകത്തൂടെ എന്ത് ചെയ്യുക, കുറച്ച് പ്ലെയേഴ്സ് വോട്ട് ചെയ്തില്ല. ചിലർ വോട്ട് ചെയ്യാൻ മറന്നുപോയി, ചിലർ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല, ചിലർക്ക് ഗെയിം ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ കൺസിഡറേഷൻ വെച്ചിട്ട് എന്ത് ചെയ്തു, കുറഞ്ഞെന്ന് വിചാരിച്ചോ. അപ്പോഴും ഇതിൻ്റെ റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം ചില്ലറയല്ല, മനസ്സിലായില്ലേ? അപ്പോഴും ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെയായിരിക്കും കിടക്കേണ്ടത്. അല്ലെങ്കിൽ ബ്ലാക്ക് വിത്ത് വുക്കോങ് അത്രത്തോളം വേസ്റ്റ് ഗെയിം ആയിരിക്കണം ഇത്രത്തോളം വോട്ട് ഡ്രോപ്പ് വരണമെന്നുണ്ടെങ്കിൽ. കാരണം ഇത്രയും ഡൗൺലോഡ് കൗണ്ടുള്ള ഗെയിമിൻ്റെ വോട്ട് കൗണ്ട് കുറയണമെന്നുണ്ടെങ്കിൽ ഗെയിം അല്ലെങ്കിൽ അത്രത്തോളം വേസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ കളിച്ച അത്രയും പ്ലെയേഴ്സ് ഈ ഗെയിം മറന്നു പോയിരിക്കണം, എന്നാലേ വോട്ട് കുറയത്തുള്ളൂ. പക്ഷെ ഇതുവരെയും വോട്ട് കൗണ്ട് ഈ പറയുന്ന ആൾക്കാർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എത്ര വോട്ടാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നതെന്നുള്ളത്. അത് കിട്ടിയാലേ പ്രോപ്പറായിട്ട് നമുക്ക് എത്ര വോട്ടാണ് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മിക്കവാറും ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിൻ്റെ പകുതി വോട്ട് ചിലപ്പം ഈ പറയുന്ന DLC കൊണ്ടുപോയി കാണും, പകുതി ഗെയിം ഇഷ്ടപ്പെടാത്തവർ കൊണ്ടുപോയി കാണും, പകുതി ചിലപ്പം വോട്ട് ചെയ്യാൻ മറന്നുപോയവർ കൊണ്ടുപോയി കാണും. അങ്ങനെ പോയി ആയിരിക്കും ചിലപ്പം ഈ ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിൻ്റെ കൗണ്ട് കുറഞ്ഞത് ചിലപ്പം. അതും ഒരു ചാൻസാണ്. പക്ഷേ അതും എന്നാലും എങ്ങനെ പോയാലും ഒരു 2 മില്യൺ 3 മില്യൺ ഡിഫറൻസ് എങ്കിലും വരേണ്ടതാണ്. പക്ഷെ അതുപോലും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്നാണ് നമുക്കറിയണമെങ്കിൽ എന്തായാലും ഈ പറയുന്ന വോട്ട് കൗണ്ട് വരണം. സോ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. അപ്പം എന്തായാലും ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് യുവർ ജിൻജ signing off from Games Arena, and see you in next video. And data guys, bye bye, see you.